തൃശൂരിലെ മാളയിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഡി സോൺ കലോത്സവത്തിനിടെ കൂട്ടത്തല്ല്. കലോത്സവ നടത്തിപ്പുമായി ബന്ധപ്പെട്ട തർക്കങ്ങളാണ് സംഘർഷത്തിലേക്ക് വഴിവെച്ചത്. UDF, KSU, SFI പ്രവർത്തകർ തമ്മിലാണ് ഏറ്റുമുട്ടിയത്. പിന്നാലെ കേരളവർമ്മ കോളേജിൽ KSUവിന്റെ കൊടികൾ SFI തകർത്ത് തീയിട്ടു. KSUവിന്റെ തോരണങ്ങളും കത്തിച്ചു. ഡിസോൺ കലോത്സവത്തിലെ വിധി നിർണയവും സമയക്രമത്തിലെ അപാകതയും സൗകര്യക്കുറവുമെല്ലാം ചൂണ്ടിക്കാട്ടി നേരത്തെ തന്നെ പരാതികൾ ഉയർന്നിരുന്നു. തുടർന്ന് അത് വാക്കേറ്റത്തിലേക്ക് എത്തുകയായിരുന്നു. ഇന്നലെ രാത്രി മത്സരാർത്ഥികളും സംഘാടകരും തമ്മിൽ തുടങ്ങിയ പ്രശ്നങ്ങൾ വിദ്യാർത്ഥി സംഘടനകൾ തമ്മിൽ ഏറ്റുമുട്ടുന്നതിലേക്ക് കാര്യങ്ങൾ എത്തിച്ചു. പിന്നീട് SFI UDSF സംഘടനമായി അത് മാറുകയായിരുന്നു. കമ്പിവടിയും കല്ലും കസേരകളുമെല്ലാം ഉപയോഗിച്ച് ചേരിതിരിഞ്ഞ് വിദ്യാർത്ഥികൾ ഏറ്റുമുട്ടി. 20ഓളം വിദ്യാർത്ഥികൾക്കാണ് പരിക്കേറ്റത്. തൃശൂർ കേരളവർമ്മ കോളേജിലെ SFI യൂണിറ്റ് സെക്രട്ടറി ആശിഷ് ഗുരുതര പരിക്കുകളോടെ ചികിത്സയിലാണ്. KSU ജില്ലാ പ്രസിഡന്റ് ഗോകുൽ ഗുരുവായൂരിന്റെ നേതൃത്വത്തിലാണ് ആക്രമണം നടത്തിയതെന്നാണ് SFI ആരോപണം. KSUവിന്റെ തൃശൂർ ജില്ലാ പ്രസിഡന്റ് ഗോകുൽ ഗുരുവായൂരിന്റെ നേതൃത്വത്തിൽ മാരകായുധങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ആക്രമിക്കുന്നത് SFI പ്രവർത്തകരെയല്ല, വിവിധ ക്യാമ്പസുകളിൽ നിന്നുള്ള മത്സരാർത്ഥികളെയാണ്, വിദ്യാർത്ഥികളെയാണ്. സംഘർഷത്തിന് ശേഷം പരിക്കേറ്റ KSU പ്രവർത്തകരെ കൊണ്ടുപോയ ആംബുലൻസിന് നേരെയും ആക്രമണമുണ്ടായതായി പറയുന്നു. മുരുങ്ങൂരിൽ വെച്ച് കാറിലെത്തിയ സംഘം ആംബുലൻസ് ആക്രമിക്കുന്ന CCTV ദൃശ്യങ്ങൾ പുറത്തുവന്നു. ഏകപക്ഷീയമായ രീതിയിൽ ഈ വിഷയത്തെ SFI വലിയ രീതിയിലേക്ക് ആക്രമിക്കപ്പെട്ടു. KSUക്കാർ അതിന് നേതൃത്വം കൊടുത്തു എന്ന തലക്കെട്ടുമായി അത്തരത്തിലേക്ക് പോകുന്നതിൽ ശരിയില്ല. ആംബുലൻസിലുണ്ടായിരുന്നവർ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കൊരട്ടി പോലീസ് സ്റ്റേഷനിൽ അഭയം തേടി. സംഘർഷത്തെ തുടർന്ന് കലോത്സവം പൂർത്തിയാക്കാതെ നിർത്തിവെച്ചു. പോലീസ് എത്തി ലാത്തി വീശിയാണ് സംഘടന അവസാനിപ്പിച്ചത്. സംഭവത്തിൽ മാള പോലീസ് കേസെടുത്തിട്ടുണ്ട്. കലകളുടെ സംഗമ ഭൂമിയാകേണ്ട ഇടം കലാപഭൂമിയായി മാറി. സംഘടനാ പ്രവർത്തനത്തിലെ അസ്വാരസ്യങ്ങൾ ഗുണ്ടകളെ പോലെ പെരുമാറുന്നതിലേക്ക് വരെ കാര്യങ്ങൾ എത്തിച്ചു. MS ലിഷോയ്, മാതൃഭൂമി ന്യൂസ്, തൃശൂർ.